കുട്ടിയിൽ എന്ത് സാധ്യതകളുണ്ട് എന്ന് പഠിപ്പിക്കുന്ന ക്ലാസ് റൂംസ് ആരംഭിക്കുന്നതിന് നമ്മൾ ഇനി എത്ര വിചാരിച്ചാലും ഈ നഴ്സറി ക്ലാസ്സിനകത്താണ് ഏറ്റവും ധനം ചെലവഴിച്ച് ക്ലാസ് റൂം ഉണ്ടാക്കേണ്ടത്. ആ ഓരോ കുട്ടിക്ക് ഒരു 4-5 പേരൊക്കെ തൊട്ട് മാക്സിമം നമുക്കൊരു 10 പേർക്ക് അപ്പുറത്തോട്ട് ഒരു ക്ലാസ് റൂം ആവശ്യമില്ല. ആ കുട്ടിയിൽ കേന്ദ്രീകൃതം. അപ്പൊ അതിനാണെങ്കിൽ നമുക്ക് ഇന്ന് ഈ സകല ഓഗ്മെന്റഡ് റിയാലിറ്റി ഉണ്ട്, വെർച്വൽ റിയാലിറ്റി ഉണ്ട്, ഇതുപോലുള്ള സകല സാങ്കേതിക വിദ്യയും നമ്മുടെ കയ്യിലുള്ള സമയത്ത് സപ്പോസ് ദിസ് ഇസ് എ ടെസ്റ്റ് ട്യൂബ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ച് തുടങ്ങണ്ട. നിങ്ങൾ ആർട്ടിക്കിനെ പറ്റി പറയുന്ന സമയത്ത് പോളാർ ബെയറിനെ കണ്ടുകൊണ്ട് തുടങ്ങാൻ പറ്റും. വെർച്വൽ റിയാലിറ്റി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് ഇറങ്ങി നിൽക്കാൻ പറ്റും. ഒരു പുസ്തകം എടുത്ത് അങ്ങോട്ട് തുറന്നാൽ ഓഗ്മെന്റഡ് റിയാലിറ്റി കൊണ്ട് നമുക്ക് സകല സാധനം പ്രത്യക്ഷപ്പെടുന്ന പോലെ വരും. ഇങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാലത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോഴും നമ്മൾ ഈ ക്ലാസ് റൂമിൽ പരീക്ഷ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഡെസർട്ടിനെ പറ്റി പറയുന്നു, നിങ്ങൾ ആർട്ടിക്കിനെ പറ്റി പറയുന്നു, നിങ്ങൾ സ്പേസിനെ പറ്റി പറയുന്നു, അത് മുഴുവൻ അനുഭവിച്ച് അറിയാൻ പറ്റത്തില്ലേ? നമ്മൾ അനാട്ടമി പഠിപ്പിക്കുന്ന സമയത്ത് ഒരു എന്താണ് ചെറിയ ഒരു ഗുളിക രൂപത്തിലുള്ള ഒരു ബോട്ട് വായിക്കകത്തൂടെ അങ്ങോട്ട് ഒരു ഗുളിക പോലെ വിടാൻ പറ്റിയ ഓരോ ബ്ലഡ് സെല്ലിനകത്തൂടെയും ഈ പറയുന്ന എലിമെന്ററി കനാലിലൂടെ അതിങ്ങനെ യാത്ര ചെയ്ത് ഓരോ ഇഞ്ചും കാണിക്കാനും പഠിക്കാനും പറ്റും. അല്ലാതെ ഇതൊന്നും എന്താണ് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. കാണാതെ പഠിക്കുക എന്ന് പറയുന്നത് ഇന്ദ്രിയങ്ങളെ പറ്റി ഒരു ധാരണയില്ലാത്ത കാലത്തുണ്ടായതാണ്, ആളുകൾ ഉപയോഗിക്കാനുള്ളത് കൊണ്ടാണ്. പരീക്ഷ നടത്തുക എന്ന് പറയുന്നത് ഇത് മുഴുവൻ നിങ്ങൾ നോക്കിയാൽ ഈ കാണാതെ പഠിക്കാനാണ് പഠിപ്പിക്കുന്നത്. എന്തിനാണ് അത് കാണാതെ പഠിക്കേണ്ട ആവശ്യം? നിങ്ങൾക്ക് വിക്കിപീഡിയയ്ക്ക് അകത്ത് നോക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ റിസർച്ച് ചെയ്യണമെന്ന് പറയുന്ന സാധനം മാത്രമല്ലേ? ഒരു മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെയ്യരുതോ? നിങ്ങൾക്ക് കുക്ക് ചെയ്യുന്നതിന് വിഷ്വലായിട്ട് കണ്ടുകൊണ്ട് അത് കുക്ക് ചെയ്യരുത്. അല്ലാതെ ഇത് മുഴുവൻ കാണാതെ പഠിക്കണോ? കാണാതായിപ്പോവും. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം കാണാതായിപ്പോവും എന്നുള്ളത് അർത്ഥമേ ഉള്ളൂ. നമുക്കത് പിന്നെ അത് ആലോചിക്കേണ്ട കാര്യമില്ല. പക്ഷെ എപ്പോൾ വേണമെങ്കിലും റെഫറൻസിന് ഈ സാധനമുണ്ട്. പിന്നെ എന്തിനാണ് നമ്മൾ ഈ കാണാതെ എഴുതേണ്ട ആവശ്യം? ഇതാണ് ബേസിക്കലി റോങ് ആണ് ഈ വിദ്യാഭ്യാസം അല്ലേ നടക്കുന്നത്. അവള് ചോദിച്ച ക്വസ്റ്റ്യൻ ആൻസറിൽ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് സാർ പറഞ്ഞ സമയത്ത് എനിക്ക് ഫസ്റ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മള് ശരിക്കും അതായത് റൂട്ട് ലെവലിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് കൊടുക്കണം. സാർ പറഞ്ഞ പോലെ അതാണ് ഫസ്റ്റ് ശരിക്കും. കാരണം പിള്ളേരെ നമ്മൾ അതായത് LKG ആണോ UKG ആണോ അല്ലെങ്കിൽ 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ വെച്ചിട്ട് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾ ചെയ്യുന്നതിന് പകരം ഏറ്റവും കൂടുതൽ സയൻസും കാര്യങ്ങളും എല്ലാ വിഷയത്തിനകത്തും ഏറ്റവും ഹൈലി ക്വാളിഫൈഡ് ആയ അധ്യാപകരാണ് ഈ 1ാം ക്ലാസ് അല്ല ഈ നഴ്സറിയിൽ വേണ്ടത്. സാറ് വന്നു കഴിഞ്ഞാൽ മാറ്റം കൊണ്ടുവരാൻ പോണത് അങ്ങനെയാണ് മനസ്സിലാക്കണം. വിദ്യാഭ്യാസം എന്ന് പറയുന്ന സാധനം കുട്ടികളെ കേന്ദ്രീകൃതമായി രൂപപ്പെടണം. ആ രൂപപ്പെടുക എന്ന് പറയുന്നതിന് നമ്മൾ ഈ പറയുന്ന രാവിലത്തെ എന്താണ് വിശക്കാത്ത സമയത്ത് ഭക്ഷണം കഴിപ്പിക്കാനും എങ്ങനെങ്കിലും അവിടുന്ന് ഓടിപ്പിക്കാനും കഴിഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ വരുന്ന സ്കൂൾ ബസ് വരുന്ന നീ തിന്നണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമല്ല, വിശക്കുന്ന സമയത്ത് തിന്നണമെന്ന് പഠിപ്പിക്കണ്ട. വിശക്കാത്ത കുട്ടികളെ ഇന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്, തിന്നുന്നില്ലെന്ന് പറയുന്നത്. കാരണം വിശക്കാതെ തിന്നാൻ പഠിച്ചത് കൊണ്ടാണ് തിന്നാൻ പറ്റാതായി പോകുന്നത്. ലോകത്ത് മലയാളികളുടെ പഴയ ഒരു ചൊല്ലാണ്, വിശക്കുമ്പോൾ തിന്നണമെന്നും മരത്തെ കയറുമ്പോൾ പിടിക്കണമെന്നും പഠിപ്പിക്കേണ്ടതെന്ന്. ഇത് ഇങ്ങനെ ചൊല്ലുന്ന ഒരു നാട്ടിലാണ് ഇത് രണ്ടും ചെയ്യുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത് കുഞ്ഞുങ്ങളെ വളർത്താൻ ജോലിക്കാരെ ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ സാർ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് കുറച്ച് ദിവസം മുന്നേ ഞാൻ മഞ്ജുവായിട്ട് ഒരു വീഡിയോ കണ്ട്. അതായത് നമ്മളിപ്പം പ്രത്യേകിച്ച് പെൺകുട്ടികളെ ശരിക്കും ഒന്നും കൂടി ഇപ്പൊ സാറ് പറഞ്ഞ കോമൺ ആസ്പെക്ടിൽ ഇതിനേക്കാൾ ഒരു 10 ഇരട്ടിയിലും 100 ഇരട്ടിയാണ് ഈ പെൺകുട്ടികളെ അടക്കം ഒതുക്കം. കാരണം നമ്മുടെ കോളേജിലൊക്കെ ഞാൻ ഈ റിസർച്ചോ അല്ലെങ്കിൽ ഇതിലൊക്കെ വരുന്ന സമയത്ത് ഒരു ബാരിയറിൽ അതിപ്പോ തുറന്ന് പറയാൻ വെച്ചാൽ ഒരു ബാരിയർ എന്ന് വെച്ചാൽ ഇവിടെ മെജോറിറ്റി 90% പെൺകുട്ടികളാണ്. അപ്പം പെൺകുട്ടികളാകുമ്പോൾ ഒന്നും കൂടി ടഫ് ആവുന്നുണ്ട്. കാരണം അവർക്കൊരു ഇൻഫ്ലുവൻസ് ഇല്ല, അവർക്ക് സ്വന്തമായിട്ടുള്ള അതിനൊക്കെ അപ്പുറത്ത്, കാരണം അവർക്കൊരു ഫ്രീഡം ഇല്ല, അവരുടെ അതിന്റെ അപ്പുറത്തേക്ക് ആണ് നമ്മൾ ഇത് പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു പലപ്പോഴും എനിക്ക് മനസ്സിലായത് ഒരു ബോയ്സ് ഒക്കെ ആവുന്ന സമയത്ത് പലപ്പോഴും അവർക്ക് സമൂഹം അവരോട് പറഞ്ഞിട്ടുണ്ട്, നീ എന്തായാലും നീ എന്തെങ്കിലും ഫ്യൂച്ചർ ഇപ്പം കാരണം ഈ കോഴ്സ് കഴിഞ്ഞിട്ട് ജോലിക്ക് പോകാത്ത കുട്ടികളുണ്ട് പലപ്പോഴും പല കോളേജുകളിലും. കോഴ്സ് പലപ്പോഴും ഒരു എന്താ പറയാ ഒരു മാട്രിമോണിയൽ ആസ്പെക്ടിലും ഒക്കെ ചിന്തിച്ചിട്ട് ഈവൻ കോഴ്സ് കഴിഞ്ഞിട്ട് അവൾക്ക് ഇപ്പൊ സപ്പോസ് ഒരു പാഷൻ ആയിരിക്കും, ഒരു ടീച്ചറായി ഇൻട്രസ്റ്റ് ഉള്ള ആള്, പക്ഷെ അവളുടെ ആ പാഷനെ മറികടന്നിട്ട് ഹസ്ബൻഡ് സപ്പോസ് ഇവിടെയാണെന്നുണ്ടെങ്കിൽ അവളുടെ അത് കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്തിട്ട് അവൻ പറയുന്ന സ്ഥലത്തേക്ക് മാറി ചെയ്യുന്നത്, അവൻ തിരിച്ചിങ്ങോട്ട് വരുന്നില്ല.
ഈ പെൺകുട്ടികളുടെ ആസ്പെക്ടില് അത് പെൺകുട്ടികൾ ഒന്നും കൂടി ഇതിന്റെ അപ്പുറത്തെ, അതായത് സാർ പറഞ്ഞപ്പോ കോമൺ ആസ്പെക്ടില് നമ്മളെല്ലാവരും അടിമത്തം എന്നുള്ള ഒരു സാധനം ഉണ്ട്. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു അടിമത്തത്തിന്റെ ഒരു ആസ്പെക്ട് ഈ പെൺകുട്ടികളുടെ കേസിൽ വരുന്നുണ്ട്. അതും ശരിക്കും നമുക്കൊന്ന്, അതായത് അല്ല, അത് പ്രത്യേകം നമുക്ക് ചെയ്യേണ്ടി വരാതിരിക്കുന്നത്, നമ്മൾ കുട്ടിയെ പ്രധാനമായിട്ട് കാണുന്ന സമയത്ത് ഇയാളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിലനിൽക്കുന്ന സമൂഹത്തിന്റെ വിവേചനത്തിനെ പറ്റിയാണ് പറയുന്നത്. ആ ഒരു അത് ലിംഗവിവേചനം മാത്രമല്ല, ജാതി വിവേചനമുണ്ട്, ധനപരമായ വിവേചനമുണ്ട്, വിവേചനങ്ങൾ പലതരത്തിൽ സമൂഹത്തിലുണ്ട്. ക്ലാസ് റൂമിലാണ് ഇത് പരിഹരിക്കേണ്ടത്, വീടുകളിൽ പരിഹരിക്കാനൊക്കത്തില്ല. ഇപ്പം നമ്മൾ ഏതെങ്കിലും വീട്ടിൽ ജനിക്കണ്ടേ, നമുക്കൊരു ചോയ്സ്. നമ്മൾ ഇങ്ങനെ പണ്ടത്തെ ഈ മതവിശ്വാസത്തിനാണെങ്കിൽ ജീവൻ മുകളിൽ ഇങ്ങനെ എവിടെങ്കിലും ഇരിക്കണം, എന്നിട്ട് താഴെ ആരൊക്കെ തമ്മിലാണ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് അവിടെ ജനിക്കണോ വേണ്ട എന്ന് അനുസരിച്ചിട്ട് അന്ന് ജനിക്കുന്നതായിട്ടാണ് സങ്കല്പിക്കുന്നത്. അപ്പോൾ ആ ജനിക്കുന്ന വീടുകളിനകത്തു നിന്ന് ഇത് പഠിക്കാനൊക്കത്തില്ല. പഠിക്കാൻ പറ്റുന്നത് ക്ലാസ് റൂമിൽ. ക്ലാസ് റൂം ഞാൻ ഈ പറയുന്ന പോലെ മാറ്റാതെ നമ്മൾ ഈ പറയുന്ന പൗരരെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റത്തില്ല. ക്ലാസ് റൂമിനകത്താണ് കരുണ്ട് എല്ലാവരും കടന്നു വരുന്ന ഒരിടമാണ് ക്ലാസ് റൂം. എല്ലാ വീടും നന്നാക്കാനായിട്ട് ആളെ വിടാനായിട്ട് ആലോചിച്ചാൽ നമുക്ക് ആർക്കും ചെയ്യാനൊക്കത്തില്ല. പക്ഷെ എല്ലായിടത്തും രൂപപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായി വരുന്നത് ഈ ക്ലാസ് റൂമിനകത്തേക്കാണ്. ആ ക്ലാസ് റൂമിൽ വരുന്ന കുട്ടിയെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വിടുന്ന കുട്ടിയാക്കി മാറ്റേണ്ടതുണ്ട്. വീട്ടിൽ നിന്ന് സ്കൂളിലേക്ക് വിടുന്ന കുട്ടികളല്ല. വീട്ടിനകത്ത് നിന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ജാതി മത വിവേചനം പഠിപ്പിക്കും. ഇപ്പം ക്ലാസ് റൂമിനകത്ത് വന്നാൽ ലിംഗവിവേചനം കൂടെ പഠിക്കും. അങ്ങനെ 3 വിവേചനം പഠിച്ചിട്ടാണ് ഇപ്പം ഇയാൾ പറയുന്നത് സാധനം ഉണ്ടാകും. നമ്മുടെ ആൾക്കാരാണെങ്കിൽ അവിടെ പോയി തിന്നാം, ഇങ്ങനെയാണല്ലോ വീട്ടിൽ പഠിപ്പിക്കുന്നത്. വീട്ടിൽ ചുറ്റുപാടുള്ള വീട്ടിൽ കളിക്കാൻ പോകുന്നെന്ന് പറഞ്ഞാൽ ആ വീട്ടിൽ പോണ്ട, മറ്റേ വീട്ടിൽ പോയാൽ മതി എന്ന് പറയും. ഇതാണ് സാമൂഹിക വിരുദ്ധ പ്രവർത്തനം എന്ന് ഞാൻ ഈ പറഞ്ഞത്. അപ്പുറത്ത് അയലത്തുള്ളവരെ നമ്മുടെ ആളല്ല എന്ന് പഠിപ്പിക്കുന്നത് വീട്ടിൽ നിന്നാണ്. പക്ഷെ നമ്മുടെ ആളുകൾ എന്ന് പറഞ്ഞാൽ പൗരരാണ് എന്ന് ക്ലാസ് റൂമിൽ പഠിപ്പിച്ചാലാണ് ഇത് മാറുകയുള്ളൂ. അതാണ് സംഭവിച്ചിട്ടില്ലാത്തത്. ഞാൻ നേരത്തെ പറഞ്ഞ ബ്രിട്ടീഷുകാർക്ക് വേണ്ടിയുള്ള ക്ലാസ് റൂമാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടാണ് ഇത് നടക്കാത്തത്. അതുകൊണ്ട് കുട്ടികളെ കേന്ദ്രീകൃതമായിട്ടുള്ള വിദ്യാഭ്യാസം, അതിന് എൻ്റെ ഡീറ്റെയിലായിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഭാഷ എന്ന് പറയുന്നത് കേട്ടാണ് പഠിക്കുന്നത്. നമ്മൾ ഒരു ആദ്യം കുഞ്ഞായിരിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മൾ സംസാരിക്കത്തില്ല. 2 വയസ്സ് 3 വയസ്സാകുമ്പോൾ തന്നെ എല്ലാവരും ഭാഷ സംസാരിക്കത്തില്ലേ? എഴുതാനും വായിക്കാൻ പഠിക്കുന്നതല്ല ഭാഷ. അപ്പോൾ വ്യത്യസ്തമായ ഭാഷ കുട്ടിക്കാലത്ത് 10 വയസ്സിനകത്ത് കേൾക്കുവാണെങ്കിൽ എല്ലാ ഭാഷയും മാതൃഭാഷയാകും. കേട്ട ഭാഷ മുഴുവൻ മാതൃഭാഷയാണ്. അപ്പോൾ കേൾക്കുക എന്ന് പറയുന്നതാണ് ആദ്യം ക്ലാസ് റൂമിൽ ഈ പറയുന്ന PhD-ക്കാർ പഠിപ്പിക്കേണ്ടതെന്ന് പറയുന്നത്. ഇംഗ്ലീഷ് അറിയുന്നവർ ഇംഗ്ലീഷുകാർ തന്നെ ഉണ്ടാകണം. അല്ലാതെ നമ്മൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചാൽ അതിന് ചൊവയുണ്ടാവും. കാരണം നമ്മൾ ആദ്യം ഒരു ഭാഷ പഠിച്ച ഭാഷയുടെ ചൊവയില്ലാതെ സംസാരിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടിക്കാലത്ത് കേട്ടാലേ പറ്റൂ. അതുകൊണ്ട് ഭാഷ 2 3 അല്ലെങ്കിൽ 4 ഭാഷ അറിയുന്ന ആൾക്കാർ ഈ ക്ലാസ് റൂമിലുണ്ടായി അവരുടെ കുട്ടികളോട് അവർ ആ ഭാഷയും മിണ്ടിയാൽ മതി. എല്ലാ ഭാഷയും കുട്ടി പഠിക്കും. കാരണം കേട്ട് പഠിക്കുന്നതാണ്. നമ്മൾ 3 വയസ്സാകുമ്പം മലയാളം സംസാരിക്കുന്ന അതേപോലെ തന്നെ തമിഴ് സംസാരിക്കും, ഹിന്ദി സംസാരിക്കും, ഇംഗ്ലീഷ് സംസാരിക്കും. കാരണം കേട്ടാൽ മതി. നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിനെ പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ 10 വയസ്സ് വരെ നമുക്ക് ഇതാണ് ഒരു പീരീഡാണ്. 10 വയസ്സ് കഴിഞ്ഞിട്ട് ഒരു ഭാഷയും കേട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഭാഷ പഠിക്കാൻ പറ്റത്തില്ല. നമ്മുടെ ബ്രെയിനിൻ്റെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഒരു വിൻഡോ പീരീഡ് ഉണ്ട്. അത്രയും സമയത്താണ് അതുള്ളത്. ഒരു ഭാഷയെങ്കിലും പഠിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ പിന്നെ വേറെ ഭാഷ പഠിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ആ സ്ഥലം അവിടെ ഉണ്ടാകണം. ഇല്ലെന്നുണ്ടെങ്കിൽ അയലത്തുകാർ കയ്യേറുന്ന പോലെ ഈ മറ്റ് ന്യൂറോൺസ് എല്ലാം അവിടെ കയറും. അത് കഴിഞ്ഞ് കണ്ണ് കാണാതായി പോയി കഴിഞ്ഞാൽ ചെവിയും ബാക്കിയുള്ള ഇന്ദ്രിയങ്ങളും ആ സ്ഥലമെല്ലാം അങ്ങ് എടുക്കും. പിന്നെ കണ്ണ് കാണത്തില്ല. അത് നമ്മൾ ഈ സയൻറ്റിഫിക് എക്സ്പെരിമെൻസിനകത്ത് നമുക്കത് കാണാൻ പറ്റും. ഈ കണ്ണ് വിരിയുന്ന പൂച്ചയും പട്ടിയൊക്കെ ഇല്ലേ, അതിനെ ഒരു ടേപ്പ് കൊണ്ട് കണ്ണങ്ങ് അടച്ചാൽ മതി. 6 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ആ ടേപ്പ് എടുത്ത് കളയുവാണെങ്കിൽ കണ്ണുണ്ടാവും, കാഴ്ചയുണ്ടാകത്തില്ല. പിന്നെ ബ്രെയിൻ ആ സ്ഥലം മുഴുവൻ വേറെ ന്യൂറോൺസ് കയ്യേറി പോകുന്നത്. ഇത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതേപോലെയാണ് നമ്മുടെ ഇന്ദ്രിയങ്ങളെല്ലാം. അതിനെ പരിപോഷിപ്പിച്ചാൽ മാത്രമേ അത് വികസിക്കത്തുള്ളൂ. അപ്പോൾ ഈ പ്രോസസ്സുകളെ പറ്റിയുള്ള അറിവ് നമുക്കുണ്ടായാലേ പറ്റൂ. അപ്പോഴാണ് നമുക്ക് ഒരു കുട്ടി എന്താണ്, ഞാൻ പറഞ്ഞാൽ ഓട്ടിസ്റ്റിക്കായ കുട്ടി തൊട്ട് ഏറ്റവും കൂടുതൽ കഴിവുള്ള ഒരു വിഷയത്തിൽ കഴിവുള്ള കുട്ടി വരെയുള്ള എല്ലാവരും അവിടെ ഇരുന്നോട്ടെ, ഒരു കുഴപ്പമില്ല.
ആ കുട്ടിക്ക് എന്ത് സാധ്യതയുണ്ടെന്നുള്ളതാണ് നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നത്. അല്ലാതെ വല്ലവർക്കും നമ്മളെ ഉപയോഗിക്കാൻ വേണ്ടി ഒരുക്കുന്ന യുക്തിക്കകത്ത് നിങ്ങൾ ഇനി എത്ര പഠിപ്പിച്ചാലും ശരി ഒരിക്കലും വിദ്യാഭ്യാസം ആകത്തില്ല. അറിയാതെ ക്ലാസ് റൂമിനകത്തു നിന്ന് ഭേദിച്ച് പുറത്തായി പോയ ആൾക്കാർ എഴുതിയ കവിതയും കഥയുമാണ് നിങ്ങൾ ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്നത്. ഈ ക്ലാസ് റൂമിനകത്തു നിന്ന് ഉൽപ്പാദിപ്പിച്ച ആൾക്കാർ ഇതുവരെയും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അത് ഞാൻ പലപ്പോഴും പറയും. നമ്മുടെ ഈ അലുമിനി, അതായത് നമ്മൾ മറ്റേ 2 ടൈപ്പ് ബോർഡ് ഉണ്ട് കോളേജിലൊക്കെ. അതായത് ഒന്ന് ടോപ്പ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ ബോർഡ്, 2 ടോപ്പ് ആയിട്ടുള്ള അലുമിനിയുടെ ബോർഡ്. അപ്പൊ ഈ രണ്ടിലും ഒരേ ആൾക്കാരെ കാണാൻ പറ്റില്ല. ഈ ടോപ്പ് ആയിട്ടുള്ള സ്റ്റുഡൻസിന് എവിടെയും നിങ്ങൾക്ക് ടോപ്പ് ആയിട്ട് അലുമിനി എന്നുള്ള ആ ബോർഡിൽ കാണാൻ പറ്റില്ല. ഇനിഷ്യേറ്റീവ് ഉള്ളവരാണെന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്നിട്ട് ഇപ്പൊ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് വന്നിട്ട് ഇതുപോലെ പറയും, നിങ്ങൾ തന്നെത്താൻ തീരുമാനിച്ചാൽ വീട്ടിൽ അടി കിട്ടും. താൻ തോന്നി ആകണമെന്നും തൻ്റെ അടി ആകണമെന്നാണ് ഈ മോട്ടിവേഷണൽ സ്പീക്കർ പറയുന്നത്. ആരോടാ പറയുന്നത്? കംപ്ലീറ്റ് മൂക്കും കൈയും കാലും എല്ലാം ചെത്തിയ പാർട്ടിയോടാ പറയുന്നത്. ഓടിക്കോന്ന്. എന്തൊരു അസംബന്ധമാണ്. അതുകൊണ്ടാണ് ഈ സകല സ്ഥാപനത്തിനകത്ത് മോട്ടിവേഷൻ സ്പീക്കേഴ്സ് പ്രത്യക്ഷപ്പെടും. കാര്യം മുഴുവൻ എണ്ണത്തിനും അംഗച്ഛേദം കഴിഞ്ഞ് കിടക്കുകയാണ്, കൈയും കാലും ഒന്നുമില്ല. ആ പാർട്ടികളോടാണ് ഉപദേശ കമ്മിറ്റി എല്ലാ ഈ തൂക്കിക്കൊല്ലുന്നതിന് മുമ്പേ പള്ളിക്കകത്തു നിന്ന് വന്നിട്ട് ഇത് കൊടുക്കത്തില്ലേ, അന്ത്യകൂദാശ, അത് ചെയ്യുന്ന പണിയാണ് ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് ചെയ്യുന്നത്. കാരണം ഓൾറെഡി ഇത് മുഴുവൻ കഴിഞ്ഞ് കബന്ധമാണ് ആ കിടക്കുന്നത്. സാർ ഇപ്പൊ സാറിന്റെ ഒരു അതായത് ഇപ്പൊ നമ്മുടെ ടീച്ചേഴ്സ് എന്ന കമ്മ്യൂണിറ്റി, ഓക്കെ, ഈ കമ്മ്യൂണിറ്റിനോട് ഇപ്പൊ സാറ് പറഞ്ഞിട്ടുള്ള ഈ കോൺസെപ്റ്റിലൊക്കെ ജനറലി അവർക്ക് ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ, അവരുടെ ഭാഗത്തുനിന്ന് ഒരു മാറ്റം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അവരെല്ലാവരും കൂടെ ഒന്നിച്ച് ചേർന്നിട്ട് ഇവിടുത്തെ ഗവൺമെന്റ് റെപ്രസെന്റേഷൻ കൊടുക്കണം, വിദ്യാഭ്യാസം ആരംഭിക്കണം. ഉത്തരവാദിത്വം ഉണ്ടെങ്കിൽ ജോലി ചെയ്യാൻ എങ്ങനെങ്കിലും ഏറ്റവും കുറച്ച് കൂടുതൽ അവധിക്കാലം കിട്ടുമെന്നും എങ്ങനെ വീടിനടുത്ത് കോളേജിൽ പഠിപ്പിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് ആലോചിക്കുന്ന അധ്യാപകരേ ഉള്ളൂ. അവർ പണിയെടുക്കണ്ടെന്നുള്ള വിചാരം കൊണ്ടൊന്നുമല്ലേ, അവർക്ക് വേറെ ഒന്നും അറിഞ്ഞുകൂടാ. അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നതെന്ന് പറയുന്നത് ഈ കുട്ടികളെ അനുസരണം പഠിപ്പിക്കുന്നിടത്ത് TTC എന്ന് പറഞ്ഞാലും B.Ed എന്ന് പറഞ്ഞും ഒക്കെ നമ്മൾ പഠിപ്പിക്കുന്നത് എന്താണ്? കാണാതെ പഠിപ്പിക്കണമെന്ന് പറയുന്നത്. ഞങ്ങൾ പറയുന്ന സിലബസ് പഠിപ്പിക്കാനായിട്ടുള്ള അല്ലേ അധ്യാപകരെ ഉണ്ടാക്കുന്നത്. അവരാദ്യം റെപ്രസെൻറ്റേഷൻ കൊടുക്കേണ്ടത് ഇങ്ങനെയല്ല ക്ലാസ് എടുക്കണം, ഇങ്ങനെയല്ല പഠിപ്പിക്കേണ്ടത് എന്നുള്ളതാണ്. അവരെല്ലാവരും സമരമൊക്കെ ചെയ്യും, കൂലിക്കൂടലിന് വേണ്ടി സമരം ചെയ്യും, ട്രാൻസ്ഫറിന് വേണ്ടെന്ന് പറഞ്ഞിട്ട് സമരം ചെയ്യും. പക്ഷെ ഒരു കാലത്തും കുട്ടികളെ വിദ്യാഭ്യാസം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരു സമരം ചെയ്യും. അതാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ അത് കാരണം കൊണ്ട് അവരുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയല്ല വിദ്യാഭ്യാസം എന്ന് അവർ ഈ പഠിപ്പിക്കാൻ തുടങ്ങുമ്പോൾ തൊട്ട് അവർ അനുഭവിക്കുന്ന കാര്യങ്ങളാണ്. ആത്മാർത്ഥതയുള്ള ഏത് അധ്യാപകർക്കും കാണാൻ പറ്റും ഇത് ഉപയോഗശൂന്യമായിട്ടാണ് ഈ സാധനം ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയും. സിലബസ് എന്താണ് ഈ സിലബസ് എന്ന് ചോദിക്കണ്ടേ? സിലബസ് ആരാണ്? സിലബസ് കമ്മിറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ ചേട്ടന്റെ അനിയന്റെ അല്ലെന്നുണ്ടെങ്കിൽ അയലത്തുകാരന്റെ അവന്റെ പരിചയക്കാരന്റെ ഒരു പുസ്തകം അതിനകത്ത് കയറ്റാൻ പറ്റുമെന്നുള്ളതാണ് സിലബസ് കമ്മിറ്റി. നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു പ്രയോജനമില്ലാതെ ഈ ഇത്തരത്തിലുള്ള സാധനങ്ങൾ അതിനകത്ത് എഴുതി ചേർക്കുക എന്നുള്ളതാണ്. ചോദ്യത്തിന് ഉത്തരം പഠിപ്പിക്കുക എന്ന ഒരു യുക്തിയേ അല്ല. ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിപ്പിക്കുന്ന കുട്ടിയാണ് ഉണ്ടാക്കേണ്ടത്. ഇതെന്താണ്? ഈ ചോദ്യം ഇല്ലാതാക്കി കളയാനാണ് ഈ പണി മുഴുവൻ ചെയ്യുന്നത്. ഇങ്ങനെയാണോ ഇത് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു പോയാൽ തെറ്റായി. തെറ്റും ശരിയൊന്നും പഠിപ്പിച്ചുകൂടാ. തെറ്റും ശരിയാന്നൊക്കെ പറഞ്ഞാൽ റോഡില് വണ്ടി ഓടിക്കുന്ന സമയത്ത് പഠിപ്പിക്കേണ്ട സാധനമാണ്, നിയമം ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതൊന്നുമല്ല നിങ്ങൾ പഠിപ്പിക്കേണ്ടത്. ആ കുട്ടിയിലുള്ള സാധ്യതകൾ എന്താണെന്ന് കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ഗൈഡ്സ്. കുട്ടികൾ ഒന്നിച്ചിരിക്കുന്ന സമയത്ത് അവർ തമ്മിലൊരു സംഘർഷം ഉണ്ടായാൽ അത് പറഞ്ഞു തീർക്കാനുള്ള കൗൺസിലർ, അവർക്ക് എന്താണ് ലോകത്ത് എന്തെല്ലാം ആണ് പഠിക്കാനൊക്കെ ഉള്ളതെന്നുള്ള തരത്തിലുള്ള സാധനങ്ങൾ ശരിക്കും പറഞ്ഞാൽ എക്സ്പോഷർ എഡ്യൂക്കേഷനാണ് കൊടുക്കേണ്ടത്. എല്ലാ ഇന്ദ്രിയങ്ങൾക്കും അതിന് എക്സ്പോഷർ കൊടുക്കണം. അപ്പോൾ ക്ലാസ് റൂം എന്ന് പറയുന്ന സംഭവമേ ഇല്ല. ഒരിടത്ത് അവർ ഒന്നിച്ച് കൂടുന്നു എന്നുള്ളതേ ഉള്ളൂ. ഒരു ക്ലാസ് റൂമിലും പോണ്ട. ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാമറ കയ്യിലില്ലേ? ഈ നാട്ടിലുള്ള വെറുതെ നിങ്ങൾ നോക്ക്, ഈ റോഡിന്റെ സൈഡിൽ 1000 ചെടി നിൽപ്പുണ്ടാവും. അതിൽ ഒരെണ്ണത്തിന്റെ പേര് നിങ്ങൾക്ക് പറയാൻ അറിയാമോ? അറിഞ്ഞൂടാ. നമ്മുടെ ചുറ്റുപാടിനെ പറ്റി നമുക്ക് ഒരു വിവരമില്ല. അവിടെ 1000കണക്കിന് ജീവികളുണ്ട്, അതിൽ ഒന്നിൻ്റെയും പേര് നമുക്ക് അറിഞ്ഞു. നമ്മൾ പേരിടണം, നമ്മളെ ഇട്ട പേര്, അല്ലാതെ അതിന് താനെ പേരൊന്നുമില്ല. ഐഡന്റിഫൈ ചെയ്യണം എന്നുള്ള കാര്യം ഞാനേ പറയുന്നത്. കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് ശാസ്ത്രം എന്ന് പറയുന്നത്.
ഐഡന്റിഫൈ ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് സിസ്റ്റം ഉണ്ടാക്കി അപ്പോഴാണ് എത്ര ഇനം ജീവികളും എത്ര ചെടികളും എത്ര മരങ്ങളും ഒക്കെ ഉണ്ടെന്നൊക്കെ നമ്മൾ കാണുന്നത്. ചുറ്റുപാടിനെ പറ്റിയുള്ള അറിവുണ്ടാക്കുക. അത് കണ്ണുകൊണ്ട് കാണുന്നത്, ചെവി കൊണ്ട് കേൾക്കുന്നത്, മൂക്കുകൊണ്ട് അറിയുന്നത്. രാവിലെ മണക്കുമ്പോൾ ഏത് മരമാണ് എന്നറിയണം. ചുറ്റുപാടിനെ അറിയുക എന്ന് പറയുന്നതാണ് ഇന്ദ്രിയങ്ങൾ ചെയ്യുന്നത്. ആ ഇന്ദ്രിയങ്ങളെ പരമാവധി പരിപോഷിപ്പിക്കുന്ന മെക്കാനിസം ഉപയോഗിക്കുന്നതിനെയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇത് എല്ലാ ഇന്ദ്രിയങ്ങളും നന്നായി ഉപയോഗിക്കാൻ അറിയുന്ന ഒരു കുട്ടി എന്ത് വേണേലും ചെയ്യാൻ പറ്റുന്ന സാധ്യതയുള്ള ആളായി മാറിക്കഴിയും. അതിനകത്ത് കൂടുതൽ കാണാൻ കഴിവുള്ളവരും കൂടുതൽ കേൾക്കാൻ കഴിവുള്ളവരും കൂടുതൽ രുചിക്കാൻ കഴിവുള്ളവരും ഉണ്ടാകും. അവരെ ആ മേഖലയിലേക്ക് കൂടുതൽ, അങ്ങനെയാണ് ഡിവിഷൻ ഓഫ് ലേബർ വരുന്നത്. ഇങ്ങനെ കഴിവുള്ള ജീവികളാണ് നമ്മൾ ഈ കാണുന്ന ജീവികൾ മുഴുവനും. പറക്കാൻ അറിയുന്ന ജീവികൾ, മണക്കാൻ അറിയുന്ന ജീവികൾ, കാണാൻ അറിയുന്ന ജീവികൾ എല്ലാം ആണ്. ഇക്കോ ലൊക്കേഷനാണ് ബാറ്റ് കണ്ടുപിടിച്ചത്, അല്ലാതെ നമ്മുടെ കണ്ണൊന്നും അല്ല അത് ഉപയോഗിക്കുന്നത്. ഇത് ഇങ്ങനെ മനസ്സിലാക്കണം. എല്ലാ ഇന്ദ്രിയങ്ങളും ഉപയോഗിച്ചിട്ട് ജീവിക്കാൻ പറ്റും. അല്ലാതെ ഈ കണ്ണും മൂക്കും മാത്രമല്ല ഉള്ളത്, അല്ലെ കണ്ണും ചെവിയും മാത്രമല്ല ഉള്ളത്. ഇത് മുഴുവൻ നമ്മൾ ഇതുപോലെ അങ്ങോട്ട് മനസ്സിലാക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ക്യാമറയും കൊടുത്ത് കുട്ടികളെ വിട്ടാൽ മതി. ഈ നാട്ടിലുള്ള ഓരോ ചെടിയും അല്ലാതെ ഈ ക്ലാസ് റൂമിൽ എന്തിനാണ് ഇരിക്കുന്നത്? എത്രത്തോളം നമ്മൾ ട്രാവൽ ചെയ്യുന്ന അത്രത്തോളം നമുക്ക് ട്രാവൽ ചെയ്യുന്നതൊക്കെ വലിയ കാര്യം. കുഞ്ഞിന്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞോണ്ടിരിക്കുന്നത്. ട്രാവൽ എന്ന് പറയുന്നത് ഇയാൾ ഒരു അഡൽട്ടായ ഒരാളിനെ പറ്റിയുള്ള സാധനമായി പറഞ്ഞോണ്ടിരിക്കുന്നത്. അതൊക്കെ നമുക്ക് ആദ്യം ചെയ്യാൻ ഒക്കത്തില്ല. അവരുടെ കൂടെ ആൾ പോകുന്നുണ്ട്. ഒരു വെള്ളത്തിൽ വീണ് ചത്തുപോകും. അപ്പം കുട്ടികളെ നീന്തൽ പഠിപ്പിക്കേണ്ട എപ്പോഴാണ്? എഴയുന്ന സമയത്താണ്. എഴയുന്ന നമ്മുടെ നീന്തത്തില് കരിക്ക് ആ സമയത്ത് വെള്ളത്തിലോട്ട് ഇട്ടാൽ ആ നിമിഷം അവർ പഠിക്കും. ഇതൊന്നും ചെയ്യത്തില്ല. എന്നിട്ട് മൂക്കെ പിടിച്ച് വെള്ളത്തിൽ മുങ്ങാനാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ട് എല്ലാം ചത്തുപോവുകയാണ്. വെള്ളത്തിലിറങ്ങുമ്പോൾ മുഴുവൻ മുങ്ങിച്ചാകാണ്. ഇത്രയും വെള്ളമുള്ള നാട്ടിനകത്ത് നീന്താൻ അറിഞ്ഞാൽ ലോകത്തുള്ള സകല നീന്തലിൻ്റെയും ഫസ്റ്റ് പ്രൈസ് നമുക്കല്ലേ കിട്ടണ്ടേ? 600 ചില്ലുവാനും കിലോമീറ്റർ നീളത്തില് കടൽ തീരമുണ്ട്, 44 വലിയ നദികളുണ്ട്, ബാക്കിയുള്ള പുഴയും കൂടെ ചേർക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് കായലുണ്ട്. ഇത്രയും വെള്ളവും സകല സാധനം ഉണ്ടായിട്ട് നീന്തറിയാവുന്ന ഒരാളുണ്ടായിട്ടില്ല. നാഷണൽ ലെവലിൽ പോലും ഇതുവരെ നമ്മൾ നീന്താൻ പഠിക്കും. മൂക്കെ പിടിച്ച് വെള്ളത്തിൽ പൊങ്ങാൻ പഠിക്കും. നമ്മൾ വെറുതെ ഇങ്ങനെ നോക്ക്. ഇത്രയും മലയുണ്ട്, ഇത്രയും മരമുണ്ട്, കയറാൻ അറിയാവുന്ന ഒരു കോന്തനും ഇല്ല, കോന്തിയും ഇല്ല. കാരണം മരം കയറി എന്നാണ് പെൺപിള്ളേരെ വിളിക്കുന്നത്. മരത്തെ കയറിയാൽ ഈ സർക്കസ് കളിക്കുന്ന മുഴുവൻ സ്ത്രീകളല്ലേ. എന്താണ് കയറാൻ അറിഞ്ഞൂടാത്തത്? ഇപ്പൊ ഇരിക്കുന്ന നമ്മള് 3 കോന്തന്മാരുണ്ട്. മരത്തെ കയറാൻ അറിയാവുന്നതാണല്ലോ സങ്കല്പം. ഒന്ന് കയറാൻ പറയുമ്പോഴാണ് അത് പറഞ്ഞൂടാ. പുരുഷന്മാരാന്ന് പറഞ്ഞാൽ അറിയാവോ? അത് പറഞ്ഞൂടാ. വെറുതെ പറച്ചിൽ മാത്രമേ ഉള്ളല്ലോ. അല്ലാതെ ഏതവന് മരത്തെ കയറാൻ അറിയാം? ഇവിടെ മുഴുവൻ മാങ്ങ അവിടെ വീണ് പോകുന്നുണ്ട്, ചക്ക മുഴുവൻ വീണ് പോകും. എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് നമ്മളെല്ലാം ഈ മരത്തിലെല്ലാം കയറുന്നവരാണ്. എനിക്ക് തെങ്ങേ കയറാൻ അറിയാവുന്ന ആളായിരുന്നു. ഇപ്പൊ പറ്റത്തില്ല, ശാരീരികമായിട്ട് കഴിവില്ലാതായത് വയസ്സ് കൊണ്ട് മാത്രം. പക്ഷെ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുള്ളതാണ് ഇതെല്ലാം. ഇത് പഠിക്കേണ്ടതുണ്ട്. ഇതാണ് ഈ കുട്ടിക്കാലത്ത് ചെയ്യേണ്ടത്. നമ്മുടെ എല്ലാ ഇന്ദ്രിയങ്ങളും എല്ലാ ശരീരങ്ങളും അതിൻ്റെ ഏറ്റവും നന്നായി ഉപയോഗിക്കുന്ന ക്ലാസ് റൂം ഉണ്ടാകണം. ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ ഈ സ്കൂളും കോളേജും അല്ല. അതാണ് ഞാൻ ഈ പറയുന്നത്. ഇനി അവിടെ പണ്ടത്തെ കാലത്ത് പഠിപ്പിച്ചിരുന്നത് എങ്ങനെയാണ്? ദൈവമാണ് ലോകം ഉണ്ടാക്കുന്നത്. ദൈവത്തിൻ്റെ പ്രതിനിധി, പ്രവാചകൻ, അവതാരം, റെപ്രസെൻറ്റേറ്റീവ് ആയ രാജാവ്, അയാളുടെ കീഴിലെ ഗുരുക്കന്മാർ, അയാളുടെ താഴെ അച്ഛന്മാർ, അതിൻ്റെ താഴെ അമ്മമാർ, പിള്ളേർ, ഇങ്ങനെയുള്ള കീഴുള്ള ഈ സ്ഥാപനമാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അതേ സമയത്ത് ജനാധിപത്യത്തിനകത്ത് അങ്ങനല്ല. ഇപ്പം നമ്മൾ ഈ ഇരിക്കുന്ന പോലെ ഇരിക്കാനാണ് പഠിപ്പിക്കുന്നത്. തുല്യരായിരിക്കുക എന്ന് പറയുന്ന സ്ഥലമാണ് ഇത്. ക്ലാസ് റൂമിൽ പഠിപ്പിക്കണ്ടേ? ഇപ്പോഴും സാറ് വരുമ്പോൾ എണ്ണീറ്റ് നിൽക്കാനാണ് പഠിപ്പിക്കുന്നത്. സാറന്മാർ വരുമ്പോൾ എണ്ണീറ്റ് നിൽക്കേണ്ട ആവശ്യം എന്താണ്? പുറത്തൊക്കെ ഇവൻ സാറിന്ന് വിളിക്കില്ലല്ലോ, ഡയറക്റ്റ്. സാറെന്ന് വിളിപ്പിച്ചിരുന്നത് ബ്രിട്ടീഷുകാരല്ലേ? അല്ല, ബ്രിട്ടീഷുകാരവിടെ നിർത്തിയില്ലേ? അവരത് നിർത്തിയിട്ട് എത്രയോ വർഷമായി. ഇത് ഇതുവരെ അറിഞ്ഞിട്ടില്ല. സാഹിബ് എന്നെ കാണുമ്പോൾ കവാത്ത് നടക്കുന്നത് സാഹിബാണ് സകലതും. സാഹിബ് എന്നാണ് ഈ പറയുന്നത്, നടക്കരുത്. സാഹിബ് എന്ന് പറഞ്ഞാൽ സാഹിബ്, മാസ്റ്റർ എന്നായി വിളിക്കുന്നേ. നമ്മുടെ പറച്ചിലൊക്കെ കേട്ടാൽ തോന്നുന്നു അയ്യോ ഇവര് അന്യരാണ്. അല്ല, മാസ്റ്റർ വന്നിരിക്കുന്നു എന്നാണ് ഈ പറയുന്നത്. പിന്നെ അല്ലാതെ മാഷ് എന്ന് വിളിക്കുന്നത് എന്തോ, പിന്നെ മാസ്റ്റർ എന്നാ വീണ്ടും വിളിക്കുന്നേ. ഇതാണ് ഈ സകല സാധനവും. ഈ കീഴാണ് ഈ പഠിക്കുന്നത്. ഒരെണ്ണം തുല്യത പഠിക്കുന്നില്ല.
പരസ്പര ബഹുമാനം ഉള്ള ആളുകളായി ബഹുമാനം മേപ്പോട്ടും താഴോട്ട് പുച്ഛവുമാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ക്ലാസ് റൂമിൽ പഠിപ്പിക്കുന്ന അതാണ്. അങ്ങനല്ല, പരസ്പരം ബഹുമാനിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. സഹകരണമാണ് പഠിപ്പിക്കേണ്ടത്. ഒന്നിച്ചു ചേർന്ന് പ്രവർത്തിക്കുന്നതിനെ പറ്റിയാണ് പഠിപ്പിക്കേണ്ടത്. ഇതാണ് ജനാധിപത്യത്തിനകത്തെ മൂല്യം. ഈ മൂല്യബോധവും കൂടെ പഠിപ്പിച്ചാലേ സിവിൽ റൈറ്റുകളാകത്തുള്ളൂ. ഇന്ദ്രിയങ്ങൾ വികസിപ്പിക്കുന്നതിനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. സാമൂഹികമായ ഉത്തരവാദിത്വം പേറി പരസ്പര ബഹുമാനമുള്ള ആൾക്കാരെ ഉണ്ടാകണമെങ്കിൽ അവിടെ വിവേചനങ്ങൾ പഠിപ്പിക്കുന്ന സ്ഥലമായിക്കൂടാ. ഇത് ആൺകുട്ടികളുടെ ഇടയിൽ പെൺകുട്ടികളെ ആക്ഷേപിക്കാനും പെൺകുട്ടികളുടെ ഇടയിൽ ആൺകുട്ടികളെ ഇരുത്തി ആക്ഷേപിക്കാനുമാണ് ക്ലാസ് റൂമിലുള്ളത്. 2 തരത്തിൽ ഇരുത്തുക. എന്ത് കാരണം കൊണ്ടാണ്? അധ്യാപകർ അവിടെ നിൽക്കുന്നിടത്തല്ലേ ഇവരെ രണ്ടായിട്ടിരിക്കേണ്ട ആവശ്യം എന്താ? എല്ലാവരോടും ഒന്നിച്ചിരിക്കാനല്ലേ പഠിക്കേണ്ടത്. ഇപ്പം നമ്മൾ ഒന്നിച്ചല്ലേ ഇവിടെ ഇരിക്കുന്നത്. എന്താ പ്രശ്നം? ഇപ്പം ഈ പഠിപ്പിച്ചിപ്പോൾ ഒരു സ്വന്തം വീട്ടിൽ ചെന്ന സ്ത്രീ, ഒരു കല്യാണ വീട്ടിൽ ചെന്നാൽ മതി, സ്ത്രീകൾ ഒരു വയസ്സും പുരുഷന്മാർ ഒരു വയസ്സും. ഇതെന്താ കാര്യത്തിനാണ്? ഇവർ വീട്ടിൽ ഒന്നിച്ച് വളർന്നതല്ലേ. എങ്ങനെയാണ് ഇങ്ങനെ ആയിപ്പോയത്? ഇതെല്ലാം ഈ ഓരോ ഏരിയ എടുത്ത് അങ്ങോട്ട് പരിശോധിച്ച് നോക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് വിവേചനം പഠിപ്പിക്കുന്ന ഇടങ്ങൾ മാത്രമേ വീടും ഈ സ്കൂളും. സാർ ഇതിപ്പോ കൂടി വരുന്നല്ലോ. അത് കൂടി വരികയല്ല ചെയ്യുന്ന, നമ്പരാണ് കൂടുന്നത്. ആളുകളുടെ നമ്പരാണ് കൂടിയത്. അല്ല, വിവേചനം കൂടുകയല്ല ചെയ്തിട്ടുള്ളത്. വിവേചനം പണ്ട് എസ്റ്റാബ്ലിഷ്ഡ് ആണ്. അതിനാണ് ജാതിയെന്നും മതമെന്ന് പറയുന്നത്. തട്ടായിട്ടാണ് രാജാക്കന്മാരെ ആൾക്കാരെ ഭരിച്ചിരുന്നത്. ഒരാൾ ഇതിനിടയ്ക്കുന്ന ഒരു നേതാവിനെ സംഘടിപ്പിക്കും, എന്നിട്ട് ഓരോ എണ്ണത്തിനും ഇയാളെ ഏൽപ്പിക്കും. അങ്ങനെയാണ് നമ്മൾ ഈ പറയുന്ന സിസ്റ്റം ഉണ്ടാക്കിയത്. ഇതുകൊണ്ടാണ് പോലീസിങ് ഉണ്ടായത്. മേളിൽ നിന്ന് താഴോട്ട് നോക്കുന്നതാണ് പോലീസിങ് എന്ന്. ജനാധിപത്യത്തിൽ എന്തിനാണ് നമ്മളെ പോലീസ് ചെയ്യേണ്ടത്? നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെയാണ് വിടുന്നത്. തെരഞ്ഞെടുത്ത് വിടുന്ന ആളിനെ നമ്മൾ പേടിച്ച്, അയാൾ ഭരിക്കാൻ വരുമോ എന്ന് പറഞ്ഞാൽ ഒരു വോട്ട് മേടിച്ച് ജയിച്ചവൻ വരുമ്പോൾ പേടിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കണം. ഇതെന്തിനാണ് പിന്നെ രാജാവിനെ എന്തിനാണ് മാറ്റിയത്? ഈ സിസ്റ്റം നമുക്ക് ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല. സിസ്റ്റം എന്ന് പറയുന്നത് രാജാവിൻ്റെ സിസ്റ്റമാണ്. ഇതുകൊണ്ടാണ് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് കസേര ഉണ്ടായി ഇരിക്കാൻ പറ്റാത്തത്. നിങ്ങളിപ്പോഴും പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ട് അവിടെ പോയി അപേക്ഷിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് എൻ്റെ അവകാശമാണെന്ന് അറിഞ്ഞൂടാ. ഇത് മുഴുവൻ നിങ്ങൾ ഈ സിസ്റ്റം മുഴുവൻ കോടതിയൊന്നും ജീവിതത്തിൽ അറിഞ്ഞിട്ടേ ഇല്ല ജനാധിപത്യം വന്നത്. മൈസൂരിൻ്റെ ഒക്കെ ഇരിപ്പ് ദൈവം തമ്പുരാന്റെ ഇരിപ്പാ. സകലരെയും ഭരിച്ചിരിക്കുകയാണ്. ഭരിക്കല. ജനാധിപത്യത്തിൽ ഭരണമില്ല. ജനാധിപത്യത്തിനകത്ത് സേവനമാണുള്ളത്, ക്രമീകരണമാണുള്ളത്. നമ്മളെല്ലാവരും കൊടുക്കുന്ന ടാക്സ് എങ്ങനെ ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ ചുറ്റുപാടുള്ള ജീവിത നിലവാരം ഉയർത്തുന്നതിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറയുന്നതാണ് ജനാധിപത്യത്തിനകത്തെ ബഡ്ജറ്റ്. അല്ല രാജാവിൻ്റെ കൊട്ടാരം ഒരുക്കുന്നതല്ല. റിപ്പബ്ലിക് ഡേയില് ഈ കോപ്പിരാട്ടി കാണിക്കുന്ന കുറെ പോലീസുകാർ ഇങ്ങനെ കാലും ഒക്കെ പോയി. എന്തിനാണ് അവന്മാരെ ആ കോപ്പിരാട്ടിയൊക്കെ കാണിക്കുന്നതെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? എത്ര കോടി രൂപയാണ് ചെലവഴിക്കുന്നത്? ആരെ കാണിപ്പിക്കുക ഇതൊക്കെ? വെറുതെ ആലോചിച്ചാൽ മതിയാണ്. ഇതൊന്നും ബ്രിട്ടീഷുകാർ പോയിട്ടില്ല ഇന്ത്യയിൽ നിന്ന്. ബ്രിട്ടീഷുകാരുടെ പകരം ഇന്ത്യക്കാരായിരിക്കുന്ന, അതും പ്രത്യേകിച്ച് വടക്കേ ഇന്ത്യക്കാർ ഭരിച്ചോണ്ടിരിക്കുന്ന നാട് മാത്രമാണ്. ഇതുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ അനുഭവിക്കാൻ പറ്റാത്തത്. ഇത് ക്ലാസ് റൂമിനകത്തും ഈ സിസ്റ്റവും ട്രാൻസ്ഫോം ചെയ്യുന്ന നിലവാരത്തിൽ നമ്മൾ ചെയ്താലേ പറ്റൂ. സാർ ഒരു കാര്യം ചോദിക്കട്ടെ, സാർ ഇപ്പോൾ പറഞ്ഞത് കൊണ്ട് ഈ ബ്രിട്ടീഷുകാർ വന്നതിനെ കൊണ്ടുള്ള ഈ ഇമ്പാക്ട് നമുക്കുണ്ടല്ലോ. ബ്രിട്ടീഷുകാർ സപ്പോസ് വന്നില്ലായിരുന്നെങ്കിൽ അപ്പൊ സാർക്ക് എങ്ങനെ തോന്നുന്നത്? സാറുടെ ഒരു ബ്രിട്ടീഷുകാരെക്കാളും വലിയ ആൾക്കാരായിട്ട് നമ്മൾ മാറിയാൽ ഏത് രാജ്യവും അതിൻ്റെതായ വികാസം അതിനുണ്ടാവും. അതിന് വേറെ വല്ലവരും വന്ന് തരുമൊന്നും വേണ്ട. അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യുന്ന സ്ഥലമാണ്. അല്ലാതെ ബ്രിട്ടീഷുകാർ വന്നിവിടെ ഭരിക്കുന്നതുകൊണ്ടല്ല നന്നാകുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന സ്വത്ത് മുഴുവൻ കൊള്ളടിച്ച അവന്മാരെ അവിടെ കൊണ്ട് ആ രാജ്യം മുഴുവൻ നന്നാക്കുക അവർ ചെയ്തത്. നമ്മൾ ആ സമയത്ത് ഇപ്പം ഇവിടെ അന്ന് ഇപ്പം മതത്തിന് ഉള്ളിൽ ഈ പറഞ്ഞ പോലെ ജാതി ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു വേർതിരിവും കാര്യങ്ങളൊക്കെ ഇത് മുഴുവൻ ബ്രിട്ടീഷുകാരുടെ മുഴുവൻ സാധനം അങ്ങനെ തന്നെയാണ്. ബ്രിട്ടൻ എന്ന് പറയുന്ന സാധനത്തിനകത്ത് മുഴുവൻ ജാതിയും മതവും ഉള്ളത് തന്നെയാണ്. അല്ല ബ്രിട്ടനിൽ എങ്ങനെയാണ് മാറിയത്? ഫാക്ടറി വരുന്നതുകൊണ്ടാണ് മാറുന്നത്. അത് ബ്രിട്ടീഷുകാർ കണ്ടുപിടിച്ചതല്ല ഫാക്ടറി. ഫാക്ടറി സിസ്റ്റം എന്ന് പറയുന്നത് വേറൊന്നാണ്. അത് വലിയൊരു ഹിസ്റ്ററി ഞാൻ അതിന് പറയേണ്ടി വരും. ഇപ്പം ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കാനുള്ള ഇത് ആരെങ്കിലും കൊണ്ടുവരുന്നതല്ല. ഡാക്ക മസിലിന് ഉണ്ടായിരുന്നല്ലോ നമുക്കിവിടെ. അത് എങ്ങനെ ഉണ്ടാക്കുന്ന പോലും നമുക്ക് അറിഞ്ഞൂടാ. ഇപ്പോൾ ഡാക്ക മസിലിൻ ഏറ്റവും സൂക്ഷ്മമായ അന്നത്തെ ഏറ്റവും സീത്രൂ ഇതാണ്. ഒരു എന്താണ് ഇതാ വലിയ ഒരു സാരി പോലൊരു സാധനം ഉണ്ടാക്കിയാൽ ഒരു മോതിരത്തിനകത്തൂടെ അത് ഇങ്ങനെ ഊരാൻ പറ്റുമായിരുന്നു. ഇത് മുഴുവൻ അവരില്ലാതെ കളഞ്ഞതാണ്.
അല്ല, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ബ്രിട്ടീഷുകാർ മുഴുവൻ ഇങ്ങോട്ട് തരിക മാത്രമല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും മൈഗ്രേഷൻ കൊണ്ടുണ്ടായ ഗുണങ്ങളുണ്ട്, അത് സംശയമൊന്നും എനിക്കില്ല. അത് ബ്രിട്ടീഷുകാരുടെ സാധനമൊന്നുമല്ല. അത് അങ്ങനെ മനസ്സിലാക്കണം. ലോകത്തെ എല്ലാ രാജ്യങ്ങളും അവരവരുടേതായ രീതിയിൽ കണ്ടുപിടുത്തങ്ങളും കാര്യങ്ങളും ഉണ്ടാക്കും. അത് എക്സ്ചേഞ്ച് ചെയ്യുന്ന സാധനമാണ്. കണക്റ്റഡ് ആയ സമൂഹങ്ങളെല്ലാം വികസിക്കും. ഏറ്റവും വികസിച്ച സമൂഹത്തിലൊന്നാണ് ഇന്ത്യ. ആ സമയത്ത് മുഗളന്മാർ ഭരിച്ചിരുന്നു 700 വർഷമാണ്. ആ 700 വർഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ സ്വത്തുണ്ടായിരുന്ന രാജ്യമാണിത്. അത് മുഴുവൻ കൊള്ളയടിച്ച് അവർ കൊണ്ടുപോയില്ലേ. അവരുടെ അവരിവിടെ വന്ന് കൊള്ളയടിക്കുന്നതിന് സഹായകരമായ ഇട്ട റെയിൽ റോഡ് കണ്ടിട്ട് റെയിൽ റോഡ് ബ്രിട്ടീഷുകാരുടേതാണെന്ന് പറയുന്നത്. അത് മുതലാളിയുടെ മറ്റേ ഇതിനകത്ത് വിധേയനല്ലേ, അതെ, വിധേയനകത്ത് അയാളുടെ സെന്റിന് നല്ല മണമാന്ന് പറയുന്ന പോലാണ് പറയുന്നത്. ഇയാളുടെ ഭാര്യയെ ബലാത്സംഗം ചെയ്തിട്ട് പോകുന്ന അയാളുടെ മണം അവളുടെ ദേഹത്ത് നിന്ന് നല്ല സെന്റാണ് എന്ന് പറയുന്ന പോലാണ്. എന്താ അങ്ങനെ പേര് മറന്നുപോയി. എന്തൊരു അടൂർ ബാലകൃഷ്ണന്റെ സക്രിയ എഴുതിയ ഒരു സിനിമ ഇതാണ് വിധേയൻ എന്ന് പറഞ്ഞത്. അതിനകത്ത് ആ സെന്റ് മണമുള്ളതാണെന്ന് പറയുന്ന വരി അയാൾ പറയുന്നത് ബ്രിട്ടീഷുകാർ ഇവിടെ പലതും ചെയ്തത്. ബ്രിട്ടീഷുകാർ അവർ നമ്മളെ കൊള്ളയടിക്കാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളാണത്. റെയിൽവേ ഇടുന്നത് ഇവിടുന്ന് കൊള്ളയടിച്ചുകൊണ്ട് പോകാൻ വേണ്ടിയുള്ളതിന് പട്ടാളം വേഗം വരാനും വേണ്ടിയാണ് അവരിട്ടത്. അതിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ടാണ് നമ്മളത് അനുഭവിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് അത് ചെയ്തുകൊണ്ട് നമ്മളിവിടെ ഇന്ത്യക്കാരെ കൊന്നാൽ ഇംഗ്ലണ്ടിൽ കേസുണ്ട്. അതേസമയം ഓസ്ട്രേലിയക്കാരെയും ആഫ്രിക്കക്കാരെ കൊന്നാൽ കേസില്ല. അവരെ മനുഷ്യരായിട്ട് കണ്ടിട്ടില്ല. അപ്പം മനുഷ്യരായി കാണുന്ന തരത്തിൽ നമ്മൾ വികസിച്ചതുകൊണ്ടാണല്ലോ ആ കേസുണ്ടാകുന്നത്. അല്ലാതെ അത് മനസ്സിലാക്കേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാർ വരുന്നു എന്നുള്ളതല്ല, മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വേറൊരു രാജ്യത്തേക്ക് പോകുമ്പോൾ എക്സ്ചേഞ്ച് ഉണ്ട്. അതിന് സംശയമൊന്നും എനിക്കില്ല. അല്ലാതെ അവർ അറിഞ്ഞ് നമ്മൾ അതെങ്ങനെയാണ് വിദ്യാഭ്യാസം ഉണ്ടാക്കിയപ്പോൾ രാഷ്ട്രീയം എടുത്ത് കളഞ്ഞത് എങ്ങനെയാണ്? ചില പറയുന്ന തരത്തിൽ ഗുണപരമായിട്ടാണെന്ന് ചെയ്യുന്നതെങ്കിൽ അങ്ങനല്ല. അപ്പം നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സാങ്കേതിക വിദ്യയും അവരില്ലാതാക്കാനുള്ള പണിയും കൂടെ അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഗാന്ധി സമരം എന്നുള്ള നിലവാരത്തിൽ നൂല് നോക്കാൻ തുടങ്ങിയത്? കാരണം അവരുടെ ക്ലോത്ത് ഇവിടെ വിൽക്കുന്നതിന് ഇവിടുത്തെ മുഴുവൻ ഇൻഡസ്ട്രി അവരില്ലാതെ കളഞ്ഞു. ബഡിങ് ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു, അത് മുഴുവൻ ഇല്ലാതെ കളഞ്ഞിരുന്നു. അതിനെപ്പറ്റി കാണാതെ പോകരുത്. അല്ലാതെ റോഡ് ഉണ്ടാക്കിയതും റെയിൽ ഉണ്ടാക്കിയതും മാത്രമായിട്ട് അതിനെ കാണരുത്. അത് നമുക്ക് അനുകൂലമായിട്ട്. കാരണം ഇപ്പോഴും നമ്മൾ നോക്കിയാൽ മതി, ആഫ്രിക്കൻ രാജ്യങ്ങളിനകത്ത് റെയിൽ റോഡുണ്ട്. ചില രാജ്യം ഫ്രാൻസുകാരൻ ഭരിക്കുന്ന 2 രാജ്യമുണ്ട് അവിടെ. ആ രാജ്യത്തിനകത്ത് റെയിൽ റോഡ് ഉണ്ടായിട്ട് ഇതുവരെ ഒരു പാസഞ്ചർ ട്രെയിൻ ഇല്ല. റെയിൽ റോഡ് ഉണ്ടല്ലോ, പാസഞ്ചർ ട്രെയിൻ ഇല്ല. ഈ സാധനം ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അയിര് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ആ റെയിൽ റോഡ് ഉപയോഗിക്കുന്നത്. അവിടെ ഈ കോളനൈസ് ചെയ്തവരെല്ലാവരും മനുഷ്യരെ നന്നാക്കി കളയാൻ വേണ്ടി ചെയ്തു എന്നുള്ള തിരുത്തന്നെ നമുക്ക് വേണ്ട. സൈഡ് ഇഫക്റ്റ് എന്നുള്ള നിലവാരത്തിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, അത് സംശയമൊന്നുമില്ല. ഇവിടുത്തെ ജാതി സമ്പ്രദായത്തിന് കോട്ടം ഉണ്ടാക്കുന്ന നിലവാരത്തിൽ ഉണ്ട്. പക്ഷേ ഇവിടെ ആളുകൾ തന്നെ സമരം ചെയ്ത് അതൊക്കെ മാറും. അല്ലാതെ വല്ലവരും വരുന്നതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നതല്ല. ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇവിടുത്തെ ജാതി സമ്പ്രദായം ഉപയോഗിച്ച് ഭരിക്കുകയാണ് അവർ ചെയ്തത്. 500 രാജ്യവും അവർ പോകുമ്പോൾ ഇവിടെ ഉണ്ട്. അവരെ മുഴുവനും സാമന്ത രാജാക്ക അവിടെ ഒരു മാറ്റം അവർ വരുത്തിയിട്ടില്ലായിരുന്നു. അവർ നേരിട്ട് ഭരിച്ചെടുത്ത് മാത്രമാണ് മാറ്റമൊക്കെ വരുത്തുന്നത്. അല്ല, മറ്റൊരു സ്ഥലത്ത് അവർ ചെയ്തിട്ടില്ല. കാരണം അത് ടാക്സ് കളക്ട് ചെയ്യാൻ എളുപ്പമാണെന്ന് അവർ മനസ്സിലാക്കി. അത്രയേ ഉള്ളൂ. കപ്പം മേടിക്കാനായിട്ട് എളുപ്പമായി. അങ്ങനെ സെമിന്ദാരി സിസ്റ്റം അവർ മാറ്റിയിട്ടില്ല. റെയ്ത്തുവാരി സിസ്റ്റം ഉണ്ടായിരുന്നു, അതൊന്നും മാറ്റിയിട്ടില്ല. ഇതൊന്നും ഒക്കെ കാണണം. മറ്റേതൊക്കെ നമുക്കറിയാം. മിംഗ്ലിങ്ങിനെ പറ്റി അയാൾ പറയുന്നത്, പരസ്പരം മിംഗിൾ ചെയ്ത സമൂഹങ്ങളാണ് വികസിച്ചിട്ടുള്ളത്. ആ പറയുന്ന സാധനം അല്ലേ കോളനൈസേഷൻ എന്ന് പറയുന്നത്. ഒരു രാജ്യം വേറൊരു ഒരു പ്രദേശത്തുള്ള ജനങ്ങൾ ഒരു പ്രദേശത്ത് വന്ന് അവരവിടെ അങ്ങ് ഭരിക്കുക അല്ലെങ്കിൽ അവരവിടെ ജീവിക്കുക എന്ന് പറയുന്നതല്ല ബ്രിട്ടീഷുകാർ ചെയ്തത്. അവരിവിടെ ജീവിക്കുമ്പോൾ തന്നെ എന്താ പറയണ്ടേ, വെള്ളം തൊടാതെ എങ്ങനെ ജീവിക്കാൻ പറ്റുമെന്ന് അവർ കണ്ടെത്തിയുള്ളൂ. താഴ്ന്ന ആൾക്കാരെ മാറ്റാതെ ഉപയോഗിക്കുന്ന സ്ഥലമാണ്. അത് നമുക്ക് അനുകൂലമല്ല. ഇവിടുന്ന് സൈഫൺ ചെയ്താണ് ഇവിടുത്തെ സ്വത്ത് മുഴുവൻ പോയത്.
അപ്പോൾ അത് നമ്മൾ കാണേണ്ടതുണ്ട്. അതിൻ്റെ വിലയായിട്ട് അതിന് സൈഡ് ഇഫക്റ്റ് ആയിട്ട് കിടക്കുന്ന സാധനം വെച്ചുകൊണ്ട് ഇത് ഭയങ്കര സംഭവമാണെന്ന് പറയരുത്. അതേ സമയത്ത് അവിടുന്ന് കുറച്ച് ഈ പറയുന്ന വന്ന എല്ലാ വെള്ളക്കാരും ഭീകരന്മാരാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ. എല്ലാ നാട്ടിലും ജനാധിപത്യത്തിന് വേണ്ടിയും മനുഷ്യത്വപരമായി പെരുമാറുന്ന ആൾക്കാർ എപ്പോഴും ഉണ്ടാകും. അപ്പോൾ അവിടുന്ന് വന്നിട്ടുള്ള മിഷണറികളെ വന്ന് ഒരേ സമയത്ത് മനസ്സിനെ കവരുന്ന ഒരു പണിയാണ് മിഷണറി പ്രവർത്തനം. ഭരിക്കാൻ എളുപ്പമാണ്, ഏതെങ്കിലും ഒരു മതത്തിനകത്താക്കാമെങ്കിൽ ഭരിക്കാൻ എളുപ്പമാണ്. അതുകൊണ്ട് ഏത് സാമ്രാജ്യവും ഏതെങ്കിലും ഒരു മതം പഠിപ്പിക്കും. കാരണം മനസ്സിനെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് മതം പഠിപ്പിക്കുന്നത്. അനുസരണയാണ് പഠിപ്പിക്കുന്നത്. കീഴടങ്ങാനും നമസ്കരിക്കാനും നിസ്കരിക്കാനാണ് പഠിപ്പിക്കുന്നത്, അല്ലാതെ ഒന്നിച്ചിരിക്കാനല്ല. അതിനു വേണ്ടിയാണ് മതങ്ങളെല്ലാം ഉണ്ടായിട്ടുള്ളത്. രാജാക്കന്മാർക്ക് ഭരിക്കാനുള്ള പ്രജകളെ ഉണ്ടാക്കുന്ന അതിനുള്ള മാനസിക ആയുധമാണ് മതം. അത് നമ്മൾ അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അത് ആരുടെയെങ്കിലും കുറ്റമോ കുഴവോ ഒന്നുമല്ല. ലോകത്ത് ഏത് മതവും അങ്ങനെ ഉണ്ടായിട്ടുള്ളൂ. ഒരു സാമ്രാജ്യം ഉണ്ടാകുന്നതിനകത്തു നിന്നാണ് ഉണ്ടാകുന്നത്.